പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മുരളി ഗോപി തിരക്കഥെഴുതി മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് മാർച്ച് 27 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ആദ്യ ഷോ കഴിഞ്ഞതിനു പിന്നാലെ എമ്പുരാനെ ചൊല്ലി വിവാദങ്ങളും തലപൊക്കി. ഗോദ്ര ഗുജറാത്ത് വംശഹത്യകളെ പരോക്ഷമായി ആവിഷ്കരിക്കുന്നു എന്നതിന്റെ പേരിലായിരുന്നു വിമർശനങ്ങളും പ്രതികരണങ്ങളും ഉയർന്നത്. പിന്നാലെ ചിത്രം റീഎഡിറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർ നിർബന്ധിതരാവുകയായിരുന്നു. തിയേറ്ററുകളിൽ നിന്ന് സമ്മിശ്ര പ്രതികരണം നേടിയ ചിത്രം ഒരു മാസം തികയുന്നതിനു മുൻപ് OTT-യിലും എത്തുകയാണ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ കളക്ഷനാണ് ചിത്രം നേടിയത്. ഏപ്രിൽ 25 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഇടയ്ക്ക് എമ്പുരാൻ വിവാദങ്ങൾ കെട്ടടങ്ങിയിരുന്നുവെങ്കിലും ജമ്മു കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിനിമ വീണ്ടും വിവാദങ്ങളിൽ പെടുകയാണ്. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ മലയാളി ഉൾപ്പെടെ 29 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിന് പിന്നാലെയാണ് നടൻ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ വൻതോതിലുള്ള സൈബർ ആക്രമണവും രൂക്ഷമാകുന്നത്. സയ്യിദ് മസൂദ് എന്ന കഥാപാത്രമായാണ് എമ്പുരാനിൽ പൃഥ്വിരാജ് എത്തുന്നത്. സയ്യിദ് മസൂദിന്റെ ചെറുപ്പകാലത്ത് തീവ്രവാദ സംഘടനയിൽ ചേരുന്നതും പിന്നീട് മോഹൻലാലിന്റെ കഥാപാത്രം വന്ന് രക്ഷിക്കുന്നതുമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇതെല്ലാം ചേർത്താണ് ഇപ്പോൾ സംവിധായകൻ പൃഥ്വിരാജിനെതിരെയും സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ ഉയരുന്നത്. സേവ് ഗാസ, സേവ് ലക്ഷദ്വീപ് പോസ്റ്റൊക്കെ ഇടുന്ന പൃഥ്വിരാജ് പഹൽഗാം ആക്രമണത്തിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇടുക മാത്രമാണ് ചെയ്തതെന്നും അതിന് കാരണമെന്താണെന്നും ചോദിക്കുന്നവരുണ്ട്. മോഹൻലാലിന്റെ പോസ്റ്റിനു താഴെയും നിരവധി കമന്റുകളും എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.